ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്. സർക്കാരിന്റെ കുഞ്ചിക സ്ഥാനങ്ങൾ വഹിക്കാൻ പാടില്ല. അത്തരം പ്രധാന പദവികളിലൊന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ഉണ്ടായിക്കൂടാ എന്ന നിഷ്കർഷ ഒരുപാട് കാലം ജമാഅത്തെ ഇസ്ലാമി പുലർത്തിയിരുന്നു. പക്ഷേ പിന്നീട് ജമാഅത്തെ ഇസ്ലാമി ആ നിലപാട് മാറ്റുകയും നിർബന്ധമായും വോട്ട് ചെയ്യണമെന്നും അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥയോട് ചേർന്ന് നിൽക്കാനും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിയൂവെന്ന് ജനങ്ങളെയും അനുയായികളെയും ബോധ്യപ്പെടുത്തി. ഇങ്ങനെ ഓരോ കാലത്തും വ്യത്യസ്തങ്ങളായ നിലപാടുകൾ സ്വീകരിച്ച പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഒരു പുതിയ സംഘടന രൂപപ്പെടുന്നതിന് വ്യത്യസ്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്നുകിൽ ഒരു പുതിയ ആശയം സമൂഹത്തിനു മുമ്പിൽ സമർപ്പിക്കാനുണ്ടാവണം, അതല്ലെങ്കിൽ നിലനിൽക്കുന്ന ആശയത്തെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഉപഘടകമായി വർത്തിക്കണം. അതുമല്ലെങ്കിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതി പാടെ ദുഷിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് ഒരു വിമോചന മുന്നേറ്റമായി പുതിയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വന്നതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഇതിലേത് സാഹചര്യത്തിലാണ് രൂപപ്പെട്ടു വന്നത് എന്നത് പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട്. AD 625 കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നു. 920കളുടെ ആദ്യപാദത്തിൽ വഹാബി മൂവ്മെന്റും 940കളുടെ ആദ്യപാദത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിൽ ചുവടുറപ്പിച്ചു. യഥാർത്ഥത്തിൽ ഏത് പുതിയ ആശയം സമൂഹത്തിനു വേണ്ടി സമർപ്പിക്കാനായിരുന്നു ഈ സംഘടനകൾ കേരളത്തിൽ രംഗപ്രവേശം ചെയ്തത്? നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്ക് എന്തായിരുന്നു കുഴപ്പമുണ്ടായിരുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ജീർണതകൾ ആ കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹത്തെ ബാധിച്ചിരുന്നുവോ എന്ന അന്വേഷണം നടത്താൻ നമ്മൾ തയ്യാറാവുമ്പോൾ ഇതൊന്നുമായിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തികഞ്ഞ രാഷ്ട്രീയ താൽപര്യത്തോടുകൂടി അധികാരമോഹത്തോടുകൂടി പിറവിയെടുത്ത ഒരു പ്രസ്ഥാനം എന്നതിൽ കവിഞ്ഞ് വ്യക്തമായ നയസമീപനങ്ങളോ നിലപാടുകളോ ആശയങ്ങളോ ആദർശമോ സമൂഹത്തിനു മുമ്പിൽ ഇന്നോളം സമർപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ എന്നല്ല എല്ലാ മതതിരുത്തൽവാദികളുടെയും ആദ്യ പ്രവർത്തനങ്ങളിലൊന്ന് നിലനിൽക്കുന്ന ആത്മീയ ബോധത്തെ തകർത്തെറിഞ്ഞു എന്നതാണ്. അത് വഹാബി പ്രസ്ഥാനമാവട്ടെ, ജമാഅത്തെ ഇസ്ലാമിയാവട്ടെ, തബ്ലീഗ് ജമാഅത്താവട്ടെ, പുതിയ കാലത്ത് വ്യാജ ത്വരീഖത്തുകളാവട്ടെ, ജനങ്ങളെ ആത്മീയതയിൽ നിന്ന് അകറ്റാനുള്ള കുൽസിത ശ്രമങ്ങൾ എല്ലാ കാലത്തും ഇത്തരം സംഘടനകൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയും അത് തന്നെ ചെയ്തിട്ടുണ്ട്. മുസ്ലിം ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആദരവുള്ളത്, അവർക്ക് ഏറ്റവും ആത്മീയമായ അടുപ്പമുള്ളത് ഹബീബിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. ആ വിശുദ്ധ നാമം പോലും ഒരു വിശ്വാസിയുടെ മനസ്സിൽ വളരെ സന്തോഷത്തിന്റെ തിരകൾ ഉയർത്തുന്നുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ആനന്ദം അനുഭവപ്പെടുന്നുണ്ട്. അത് ഒരു നല്ല മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ ലക്ഷണമാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റി നിർത്തിയുള്ള ഒരു ഇസ്ലാമിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കോഴിക്കോട്ട് സോളിഡാരിറ്റിയുടെ ഒരു പരിപാടി ശ്രദ്ധിക്കാനിടയായി. ആ പരിപാടിയിൽ ആ സംഘടനയുടെ സംസ്ഥാന നേതാവ് ആവർത്തിച്ചുറപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങളിലൊന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു മനുഷ്യനായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിന് മറ്റു മനുഷ്യരിൽ നിന്ന് ഭിന്നമായ പ്രത്യേകതകളില്ലായിരുന്നുവെന്നും കേരളത്തിലെ സുന്നികൾ, വിശിഷ്യ കാന്തപുരം വിഭാഗം, മഹാനായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് മദീനയെ കേന്ദ്രബിന്ദുവായി കണ്ടുകൊണ്ട് ഒരു ഇസ്ലാമിനെ തൗഹീദിൽ നിന്ന് ഭിന്നമായ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച ഒരു ഇസ്ലാമിനെ സമൂഹത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എന്നതാണ് സുന്നികൾക്കെതിരായ കുറ്റപത്രങ്ങളിൽ ഒന്നായി അവിടെ അവതരിപ്പിക്കപ്പെട്ടത്.
യഥാർത്ഥത്തിൽ എത്രത്തോളം ബാലിശമാണ് ഈ ആശയം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു ഇസ്ലാമിനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളികളിൽ ഇനി മുതൽ ബാങ്കിന്റെ വാചകങ്ങൾ ഒരൽപ്പം മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മൾ എല്ലാ ബാങ്കിലും ഈ വാചകങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. എന്തേ ജമാഅത്തെ ഇസ്ലാമി ആ വാചകത്തെ വെട്ടിമാറ്റിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നേരെ ഹയ്യ അലസ്സലാ എന്നതിലേക്ക് എന്തേ ഇവർ ചാടിക്കടക്കാൻ തയ്യാറാകാത്തത്? ഞാൻ സൂചിപ്പിക്കുന്നത് ബാലിശമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമൂഹ മധ്യത്തിൽ താറടിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇവർ ഇക്കാലം അത്രയും നടത്തിയിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി ഇപ്പോൾ പാനപാത്രത്തെക്കുറിച്ചും തിരികേശത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾക്കതിൽ ആഹ്ലാദമുണ്ട്. കാരണം ഇന്നലെ വരെ നിങ്ങൾക്ക് അപരിചിതമായിരുന്ന ചില പദങ്ങൾ നിങ്ങളുടെ പോസ്റ്ററുകളിൽ, നിങ്ങളുടെ ബാനറുകളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നത് നിങ്ങൾ ഇന്നലെ വരെ പ്രവാചകർ എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്തിരുന്ന മഹാവ്യക്തിത്വത്തെ മുത്തുനബി എന്ന് വിശേഷിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കുറപ്പാണ് അത് കേരളത്തിലെ സുന്നി പ്രസ്ഥാനം നേടിയെടുത്ത ഒരു മുന്നേറ്റമാണ് നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിച്ചത് എന്ന കാര്യം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടർത്തി മാറ്റിയിട്ട് വിശ്വാസികളുടെ മനസ്സുകളിൽ നിന്ന് അവിടത്തോടുള്ള സ്നേഹത്തെ അടർത്തി മാറ്റിയിട്ട് ഒരു ഇസ്ലാമിനെ, ഒരു ജഡ ഇസ്ലാമിനെ സമൂഹത്തിനു മുമ്പിൽ സമർപ്പിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആധിപത്യത്തിൽ ഇറങ്ങുന്ന മാധ്യമം ആഴ്ചപ്പതിപ്പാണ്. ഈ ആഴ്ചപ്പതിപ്പിൽ കഴിഞ്ഞ ലക്കത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗം സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം സമർത്ഥിക്കുന്നത് സോമയാഗം പോലെ മറ്റൊരു തട്ടിപ്പാണ് പാനപാത്രത്തിന്റെ മറവിൽ നടക്കുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ലേഖനത്തിൽ അദ്ദേഹം സവിസ്തരം പറയുന്ന കാര്യം മക്കയെ മാറ്റി നിർത്തി മദീനയെ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു ഇസ്ലാമിനെ സ്ഥാപിക്കാൻ കേരളത്തിൽ കാന്തപുരം വിഭാഗം ശ്രമിക്കുന്നു എന്ന ഇന്നലത്തെ പ്രഭാഷണത്തിന്റെ ലിഖിത രൂപമാണ് ആ ലേഖനത്തിൽ കാണാൻ കഴിയുന്നത്. ഞാനൊരു കാര്യം അവരോട് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ തിരിയില്ല എന്ന് ഞങ്ങൾക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. നിങ്ങൾക്ക് ഹദീസ് മനസ്സിലാകില്ല എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഖുർആനിലേക്ക്, ഹദീസിലേക്ക് മടങ്ങണമെന്ന് ഞാൻ പറയുന്നതേയില്ല. സുന്നികളുടെ പ്രമാണങ്ങൾ, അതേപോലെ അവരുടെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണമെന്നും പറയുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം പ്രസാധക വിഭാഗം പുറത്തിറക്കുന്ന പാർട്ടി സാഹിത്യമെങ്കിലും മനസ്സിലാക്കാൻ, ഒന്ന് മനസ്സിരുത്തി വായിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ തയ്യാറാകേണ്ടതുണ്ട്. IPH പുറത്തിറക്കിയ വിശുദ്ധ മദീനയുടെ ചരിത്രം എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ മദീനയെ പരിചയപ്പെടുത്തുന്നത് ഈമാനിന്റെ പ്രഭവ കേന്ദ്രമാണ് മദീന എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അത്രയേറെ പ്രാധാന്യമുള്ള ഒരു മദീനയെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ പ്രാധാന്യമുള്ള ഒരു മഹാവ്യക്തിത്വത്തെ ചരിത്രത്തിൽ നടത്തി മാറ്റിയിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ഇസ്ലാമിനെയാണ് സമൂഹമധ്യേ നിങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വിനയപൂർവ്വം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, അങ്ങനെ ഒരു ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ട്. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത്, നമുക്ക് മതം പരിചയപ്പെടുത്തി തന്നത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ ഇന്ന് ഇസ്ലാം വളരെ പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ്. ഈ പടർന്നു പന്തലിച്ചതിന്റെ പ്രഭവ കേന്ദ്രം മഹാനായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ തിരുനബിയെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റി പുതിയൊരു ചരിത്രത്തെ, ഒരു ജഡവൽകൃത ഇസ്ലാമിനെ സമൂഹത്തിനു മുമ്പിൽ സമർപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം നാളിതുവരെയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായൊരു ആദർശം സമൂഹത്തിനു മുമ്പിൽ അവർക്ക് സമർപ്പിക്കാൻ കഴിയുന്നില്ല.
ഒരു നിലപാട് അവരെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെയും രൂപപ്പെടുത്തിയെടുക്കാനും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിക്കൂ, കേരളത്തിൽ മഹാനായ തിരുദൂതർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇസ്ലാം ഉണ്ട് എന്നാണ് ചരിത്രത്തിന്റെ പ്രബലമായ അഭിപ്രായം. ആ കാര്യത്തിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ സംശയമുണ്ടാകാനിടയില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി സമീപകാലത്താണ് കോഴിക്കോട്ട് ഒരു ചരിത്ര കോൺഫറൻസ്, ചരിത്ര സമ്മേളനം നടത്തിയത്. ആ സമ്മേളനത്തിൽ കേരളത്തിലെ പൂർവ്വഗാമികളെ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമി അനുസ്മരിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SIOയുടെ വെബ്സൈറ്റിലുള്ള ഒരു വാർത്ത നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. അവർ പറയുന്നത്, ആ ചരിത്ര സെമിനാറിന്റെ സമ്മേളനത്തിന്റെ പ്രാധാന്യം എന്തായിരുന്നുവെന്ന് SIO പറയുന്നത് ഇങ്ങനെയാണ്: ഇടതുപക്ഷത്തിനും തീവ്ര മതേതരർക്കും വായടപ്പൻ മറുപടി നൽകി പുതിയ തലമുറ ഇസ്ലാമിന്റെ കേരള ചരിത്രം പുനർവായിച്ചുവെന്നതാണ്. പുതിയ തലമുറ എന്നത് ജമാഅത്തെ ഇസ്ലാമിയിലെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്, അനർത്ഥമാണ്. അല്ലാതെ കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, സുന്നികളെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറക്കും പഴയ തലമുറക്കും ഒരേപോലെ അറിയാം, കേരളത്തിൽ ഇസ്ലാം കടന്നു വന്നത് 1940-കൾക്ക് ശേഷമല്ല. അതിനു മുമ്പ് ഇസ്ലാമിന്റെ കാമ്പും കാതലും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ജമാഅത്തുകാരല്ലാത്ത എല്ലാ ആളുകൾക്കും ബോധ്യമുള്ള സംഗതിയാണ്. കേരളത്തിനും ഈ വാർത്തയിൽ പറയുന്നത്, നമ്മുടെ കൊച്ചു കേരളത്തിനും ഇസ്ലാമിന്റെ ആദ്യ ദശകം മുതലുള്ള കഥ പറയാനുണ്ടായിട്ടും അത് കേൾക്കാൻ അധികമാരും തയ്യാറായിരുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിമിന്, കേരളത്തിലെ ഇസ്ലാമിന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതലുള്ള മഹത്തായ പവിത്രമായ ഒരു ചരിത്ര പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. അങ്ങനെയെങ്കിൽ ആരാണ് ആ ചരിത്രത്തെ വികലപ്പെടുത്തിയത്? ആരാണ് ആ ആശയങ്ങളെ, ആ ആദർശങ്ങളെ സമൂഹമധ്യത്തിൽ താറടിച്ചത് എന്നത് ചരിത്ര പഠനത്തിന് വിധേയമാകേണ്ട സംഗതിയാണ്. കേരളത്തിൽ മഹാരഥന്മാരായ സഹാബിവര്യന്മാർ കടന്നു വന്നു. അവർ കടന്നുവന്ന് കേരളത്തിന്റെ 10ഓളം തീരദേശങ്ങളിൽ പള്ളികൾ നിർമ്മിച്ചു. ആ പള്ളികൾ കേന്ദ്രമാക്കി ഒരു ഇസ്ലാമിക സംസ്കാരത്തെ അവർ സമൂഹത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തി. ഏതാണ് ആ ഇസ്ലാം? അത് ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തിയ ദർശനമാണ്. അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ആശയാദർശങ്ങളാണ്. കേരളത്തിലെ ജനവിഭാഗത്തിന് മഹാനായ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലെത്തിയ ഇസ്ലാമിക പ്രബോധക സംഘം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ആശയമാണ് പതിറ്റാണ്ടുകളോളം, നൂറ്റാണ്ടുകളോളം കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം അനുവർത്തിച്ചു വന്നത്. അവർ പഠിപ്പിച്ച ആദർശങ്ങളെയാണ്. ആ ആദർശങ്ങൾക്ക് അനുസൃതമായ കർമ്മങ്ങളും ആരാധനകളും അനുഷ്ഠാനങ്ങളുമാണ് ആ പള്ളികൾ കേന്ദ്രീകരിച്ച് നടന്നത്. അന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ വീടുകൾ കേന്ദ്രീകരിച്ച് നടന്നിരുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഒരു പുതിയ പ്രസ്ഥാനവുമായി വഹാബി മൂവ്മെന്റ് 1921-ലും മൗദൂദി മൂവ്മെന്റ് 1941-ലും കേരളത്തിലേക്ക് കടന്നു വന്നത്? ആ ഉദ്ദേശം ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുകയായിരുന്നില്ല, മറിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യത്തെയും അഖണ്ഡതയെയും അവരുടെ ആത്മീയമായ ചോദനകളെയും നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെയും കടന്നു വന്നത്. അങ്ങനെ മെല്ലെ മെല്ലെ വെട്ടിമുറിച്ചു ആശയങ്ങളിലേക്ക്, ആദർശങ്ങളിലേക്ക് വെട്ടിമുറിക്കലുകൾ കടന്നു വന്നു. കേരളത്തിലെ സമുന്നതരായ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപപ്പെടുത്തിക്കൊണ്ട് ഈ നിലപാടുകളെ ശക്തമായി ചോദ്യം ചെയ്യുകയുണ്ടായി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ഇത്രമേൽ അധപ്പതിക്കാൻ കഴിയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം, വഹാബി മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മനാളിൽ നമ്മളൊന്ന് മൗലിദോദിപ്പോയാൽ, അതിന്റെ പേരിൽ ഒരു ഭക്ഷണം വെച്ച് വിളമ്പിയാൽ, നമ്മുടെ മദ്രസകളിലെ പിഞ്ചുകിടാങ്ങൾ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസ്മരിച്ചൊരു പാട്ടുപാടിയാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വല്ലാത്ത കെറുവാണ്. ജമാഅത്തെ ഇസ്ലാമി അപ്പോൾ തുടങ്ങും, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിനം കൊണ്ട് അനുസ്മരിക്കപ്പെടേണ്ടവരല്ലെന്ന് പറഞ്ഞ് അവർ കേരളത്തിൽ കോളമായി
വാക്കുകളുമായി അതേപോലെ പ്രസ്താവനകളായി രംഗപ്രവേശം ചെയ്യുകയാണ്. പക്ഷേ ഇവർക്ക് മറ്റാരനുസ്മരിക്കുന്നതിനും യാതൊരു പ്രശ്നവുമില്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഒരു പോസ്റ്ററിന്റെ മാതൃകയാണ്. ഈ പോസ്റ്റർ ഇങ്ങനെയാണ്: സാമൂഹ്യ പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളി 151-ാം ജന്മവാർഷികം മാർച്ച് 1 മുതൽ 30 വരെ 151 കേന്ദ്രങ്ങളിൽ അനുസ്മരണ സംഗമങ്ങൾ. അയ്യങ്കാളിയെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ദളിത് മുന്നേറ്റത്തിന് നെടുനായകത്വം വഹിച്ച വ്യക്തി എന്ന നിലയിൽ അയ്യങ്കാളിയുടെ സേവനങ്ങളെ ഞങ്ങൾ ആരും ചുരുക്കി കാണുന്നില്ല. പക്ഷേ വിനയപൂർവ്വം ജമാഅത്തുകാർ മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കുന്നതിനാണ് കർവ്. മറ്റാരെയും നിങ്ങൾക്ക് അനുസ്മരിക്കാം. ഇനി പറയരുത് വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ സംഘടനയല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയരുത്. സാധാരണഗതിയിൽ അങ്ങനെയാണ് നാളിതുവരെയും പറയാറുള്ളത്. പക്ഷേ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ജമാഅത്തെ ഇസ്ലാമി നാട്ടിൽ ഇസ്ലാമിന്റെ പേരിൽ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നടത്തുന്നത്. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന സംഘടനയെ മുൻനിർത്തി ഇസ്ലാമികാദർശങ്ങളെ പിച്ചു ചീന്തുന്ന വിധത്തിലാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ വർഷങ്ങളിൽ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമില്ല വെൽഫെയർ പാർട്ടിക്ക് എന്നാണെങ്കിൽ നിങ്ങൾ ഈ സർക്കുലറിന് മറുപടി പറയണം. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ സർക്കുലറാണ്. JIK 76/2013 എന്ന നമ്പറിലുള്ള സർക്കുലർ. ഈ സർക്കുലറിൽ പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടിയുടെ പശ്ചാത്തലത്തിൽ പ്രസ്ഥാന ഘടനയിലും പ്രവർത്തനത്തിലും വരുത്തുന്ന പുനഃക്രമീകരണങ്ങളാണ് ഈ സർക്കുലറിൽ വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വെൽഫെയർ പാർട്ടിയുമായി നിങ്ങൾക്ക് ബന്ധമില്ല എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് കീഴ്ഘടകങ്ങളിലേക്ക് ഇങ്ങനെയൊരു സർക്കുലറുമായി നിങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നത്? വെൽഫെയർ പാർട്ടി സ്വന്തം രാഷ്ട്രീയ പാർട്ടിയാണ് എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റ് പ്രസ്ഥാനങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമിയുടേതുൾപ്പെടെയുള്ള സംഘടനകളുടെ സോളിഡാരിറ്റി ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കേണ്ടി വന്നത്. ആ വെൽഫെയർ പാർട്ടിയാണ് അയ്യങ്കാളിയുടെ ജന്മവാർഷികം ആഘോഷിക്കുന്നത്, അനുസ്മരണ സംഗമങ്ങൾ ഒരുക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്കെങ്ങനെയാണ് അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്? ലോകത്തിന്റെ ഗുരു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സർവ്വലോകാനുഗ്രഹിയായിട്ടാണ് മുത്തുനബിയെ ലോകത്തേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നത്. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകരുടെ ജന്മദിനം വരുമ്പോഴും അല്ലാത്ത കാലത്തും പ്രവാചകരെ അനുധാവനം ചെയ്യുന്നു, അവിടുത്തെ അനുസ്മരിക്കുന്നുവെന്നത് ഒരു മുസ്ലിമിന്റെ ലക്ഷണമാണ്. പക്ഷേ അത് ശിർക്കായി മുദ്രകുത്തി, അത് മതവിരുദ്ധമായി മുദ്രകുത്തി മുസ്ലിം ജനസമൂഹത്തെ പ്രവാചകരുമായുള്ള ബന്ധത്തിൽ നടത്തി മാറ്റുകയും അതേക്കാൾ പ്രധാനമാണ് അയ്യങ്കാളി എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ ഒരൽപ്പം പ്രയാസമുണ്ട്. ജമാഅത്തിന് ആരെയും ആദരിക്കാം. അവരാദരിക്കുന്നവരുടെ പട്ടിക കൂടി നമ്മൾ പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമുണ്ട്, ഗൾഫ് മാധ്യമം. കേരളത്തിലെ മാധ്യമത്തിന്റെ സഹോദര പത്രസ്ഥാപനമാണ്. ആ ഗൾഫ് മാധ്യമത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒന്നൊന്നര മാസത്തിന് മുമ്പ് ദുബൈയിൽ ഒരു പരിപാടി നടന്നിരുന്നു. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയപ്പോഴാണ് ആ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. ദുബൈയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ആ പരിപാടിയിൽ പങ്കെടുത്തത്, ആ പരിപാടിക്ക് നേതൃത്വം നൽകിയത് കേരള അമീർ ജനാബ് ടി ആരിഫ് അലി ആയിരുന്നു. അതേപോലെ അബ്ദുസലാം വാണിയമ്പലം എന്ന് പറയുന്ന അവരുടെ ദൈക്ഷണികനായിരുന്നു. അവരിയ്ക്കുന്ന സദസ്സിൽ, അവരിയ്ക്കുന്ന വേദിയിൽ മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകളുടെ പേരിൽ ആദരിക്കപ്പെട്ടവരുടെ പട്ടിക നിങ്ങളൊന്ന് പരിശോധിക്കുക. ആ കൂട്ടത്തിൽ 2 ചലച്ചിത്രകാരന്മാരുണ്ട്, 2 സിനിമാ നടന്മാരുണ്ട്. അവരിൽ ഒരാൾ മമ്മൂട്ടിയാണ്, മറ്റേയാൾ മോഹൻലാലാണ്. ആ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വേദിയിലിരുത്തിയിട്ട് അവരുടെ മദ്ഹ് പറയാൻ
ടി ആരിഫ് അലിക്ക് യാതൊരു വൈഷമ്യവും ഉണ്ടായിട്ടില്ല, യാതൊരു വൈക്ലഭ്യവും ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതേ ദിവസമാണ് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമുഖനായ നേതാവ് അബ്ദുൽ ഖാദിർ മുല്ലയെ ഭരണകൂടം തൂക്കിലേറ്റിയത്. എന്തേ കാരണമെന്നറിയുമോ? ബംഗ്ലാദേശ് പിറവിയുടെ കാലത്ത്, കിഴക്കൻ പാകിസ്ഥാനായിരുന്ന കാലത്ത് അവിടെ നടന്ന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളെ ഭരണകൂട മെഷീനറിക്കൊപ്പം നിന്ന് ക്രൂരമായി അടിച്ചമർത്തിയെന്നും പ്രക്ഷോഭകാരികൾ അരുംകൊല ചെയ്തുവെന്നും നിസ്സംശയം തെളിയിക്കപ്പെട്ടതിന്റെ പേരിലാണ് അബ്ദുൽ ഖാദിർ മുല്ല ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ ബംഗ്ലാദേശ് കോടതി വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഖാദിർ മുല്ലയുടെ കഴുത്തിൽ ഭരണകൂടത്തിന്റെ തൂക്കുകയറ് വീഴുമ്പോ അങ്ങ് ദുബൈയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ മമ്മൂട്ടിയുടെ കഴുത്തിൽ ജമാഅത്ത് അമീർ ടി ആരിഫ് അലിയുടെ സാന്നിധ്യത്തിൽ ഷാളണിയിക്കപ്പെടുകയായിരുന്നുവെന്നത് ചരിത്രത്തിന്റെ വൈപരീത്യമോ കൗതുകമോ ആയി വേണമെങ്കിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചത്, ജമാഅത്തെ ഇസ്ലാമിക്ക് മമ്മൂട്ടിയെ ആദരിക്കാം, മോഹൻലാലിനെ ആദരിക്കാം, അയ്യങ്കാളി ആദരിക്കാം, ജാനുവിനെയും മൈലമ്മയെയും കൊണ്ടാടാം. പക്ഷേ പ്രവാചകർ തിരുദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നല്ലൊരു വാക്ക് പറയരുത് എന്ന് ശാഠ്യം പിടിക്കുന്നത് ആരിൽ നിന്ന് ആചാരം വാങ്ങിയിട്ടാണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ഉറപ്പിച്ചുകൊള്ളുക, കേരളത്തിലെന്നല്ല ലോകത്തെങ്ങുമുള്ള എല്ലാ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി മുസ്ലിം വിരുദ്ധരുടെ കയ്യിൽ നിന്ന് ശമ്പളം പറ്റി അച്ചാരം കൈപ്പറ്റിയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അതിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല എന്നത് വളരെ സ്പഷ്ടമാണ്. നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. SSFന്റെ ജില്ലാ സമ്മേളന സമയത്ത് ഞങ്ങളൊരു പ്രമേയം മുന്നോട്ട് വെച്ചിരുന്നു. ആ പ്രമേയം ഇതായിരുന്നു: സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന പ്രമേയം. ആ പ്രമേയത്തിന്റെ ഭാഗമായി ഞങ്ങൾ കേരളത്തിന്റെ തെരുവുകളിലൊക്കെയും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഫലിപ്പിച്ചൊരു കാര്യമുണ്ട്. കേരളത്തിലെ വഹാബി മൂവ്മെന്റും മൗദൂദി മൂവ്മെന്റും അത് സാമ്രാജ്യത്വത്തിന്റെ ഉപോൽപ്പന്നമാണ് എന്ന് ഞങ്ങൾ തെളിവുകൾ മുന്നിൽ വെച്ച് സമർത്ഥിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് കൊണ്ടു. അന്ന് വരെയും ജമാഅത്തിന്റെ സമീപനം കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ നിന്ന് എന്ത് വിമർശനങ്ങൾ ഉണ്ടായാലും മൗനികളാവുക എന്നതായിരുന്നു അന്ന് വരെയും ജമാഅത്തെ ഇസ്ലാമിയുടെ തന്ത്രം. പക്ഷേ അന്ന് ഈ പ്രമേയം ഉന്നയിച്ചപ്പോ അത് സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയപ്പോ ജമാഅത്തുകാർ പ്രതികരിച്ചു. പ്രബോധനം വാരികയിൽ സി ദാവൂദ് ലേഖനമെഴുതി. നവോത്ഥാനത്തിന്റെ അവകാശികൾ എന്നായിരുന്നു ആ ലേഖനത്തിന്റെ ശീർഷകമെന്ന് ഞാൻ ഓർക്കുകയാണ്. അവിടെയും പ്രശ്നം ആദർശപരമായിരുന്നില്ല, മറിച്ച് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ചത് നവോത്ഥാനത്തെ ചൊല്ലിയുള്ള അവകാശ തർക്കമായിരുന്നു. എന്തേ അവർക്കത് പറയേണ്ടി വന്നത്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അത് ഈ ഇസ്ലാമിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി യാതൊരു സേവനങ്ങളും ചെയ്യാത്ത ഒരു പ്രസ്ഥാനമാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു തുടങ്ങിയപ്പോ അതിൽ വിരളി പിടിച്ചാണ് അന്ന് ജമാഅത്ത് നേതൃത്വം മറുപടി പറയേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സോളിഡാരിറ്റിക്ക് പാനപാത്രത്തിന്റെ പേരിൽ, തിരികേശത്തിന്റെ പേരിൽ മുതലക്കുളത്ത് വേദി കെട്ടേണ്ടി വരുന്നത് എന്നത് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഞങ്ങൾ പറയേണ്ട പോലെ പറഞ്ഞപ്പോ അത് കൊള്ളേണ്ടതുപോലെ നിങ്ങൾക്ക് കൊണ്ടു എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം പരിപാടികളിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നിട്ടുള്ളത്. എന്തേ സോളിഡാരിറ്റിയുടെ ഈ ചുവടുമാറ്റം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. സോളിഡാരിറ്റി ഈ വിഷയത്തിലേക്ക് കടന്നു വന്നത് 2 ലക്ഷ്യങ്ങളോടെയാണ്, 2 തലങ്ങളിൽ നിന്നുകൊണ്ടാണ് അത് വായിക്കപ്പെടേണ്ടത്. ഒന്നാമതായി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ കുറെ കാലങ്ങളായി, അല്ലെങ്കിൽ അതിന്റെ രൂപീകരണ കാലം മുതൽ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുണ്ട്, വിഷലിപ്തമായ സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളെ പൊടിതട്ടിയെടുക്കുകയാണ് സോളിഡാരിറ്റി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ സന്ദേശം എന്നറിയുമോ? കുറ്റ്യാടിയിൽ ഞാനത് പറയേണ്ടതില്ല, ഒരുപാട് വേദികളിൽ അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ജമാഅത്തെ
ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ അവർ മുമ്പെഴുതിയിട്ടുണ്ട്, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു സാധാരണ മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിന് വലിയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാരുടെ ഭൗതിക ശരീരം മണ്ണിലേക്ക് വെക്കപ്പെട്ടാൽ അത് ചീഞ്ഞു പോകുമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വാരിക ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഈ വേദിയിൽ കുറ്റ്യാടിയിൽ പലപ്പോഴായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ മുഖ്യധാരാ ഭ്രമം പിടിപെട്ടപ്പോ രാഷ്ട്രീയമായ നീക്കുപോക്കുകളുടെ ഭാഗമായി ഇത്തരം ആശയങ്ങൾ പറയാതെ കേവലം രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് സോളിഡാരിറ്റിയും ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിൽ നിലനിന്നിരുന്നത്. പക്ഷേ അങ്ങനെ വന്ന സമയത്ത് അനുയായികളിൽ ഒരു വിഭാഗത്തിന് തോന്നിത്തുടങ്ങി, അവര് പറഞ്ഞു തുടങ്ങി, ഒരു ആദർശവുമില്ലാതെ കേവലം രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ എന്തിന് ജമാഅത്തെ ഇസ്ലാമിയിൽ നിൽക്കണമെന്ന് ആ സംഘടനയുടെ തന്നെ അനുയായികൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവർ മതവിഷയങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. രണ്ടാമതായി സൂചിപ്പിക്കാൻ കഴിയുന്ന കാര്യം, കേരളത്തിൽ വെൽഫെയർ പാർട്ടി രൂപീകൃതമായതോടെ സോളിഡാരിറ്റിയുടെ പ്രവർത്തന ഘടന ഞാൻ നേരത്തെ ഉദ്ധരിച്ച സർക്കുലർ പ്രകാരം പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. ആ സർക്കുലറിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗത്തിന്റെ പുതിയ കാലത്തെ ഈ സർക്കുലറിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ എന്താകണമെന്ന് ജമാഅത്തെ ഇസ്ലാമി അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത്, നിങ്ങളിനി വിമോചന സമരങ്ങൾക്ക് പോകേണ്ടതില്ല, നിങ്ങളിനി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങേണ്ടതില്ല, മറിച്ച് സാമുദായിക പ്രശ്നങ്ങളെ പൊതുമുഖത്തോട് അഭിമുഖീകരിക്കുക തുടങ്ങിയവയായിരിക്കും സോളിഡാരിറ്റിയുടെ മുഖ്യമായ കർമ്മ മേഖല എന്നാണ് ഈ സർക്കുലർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് മുസ്ലിം സമുദായത്തെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗത്തിന്. ഇനി മുതൽ ഈ യുവജന വിഭാഗം സോളിഡാരിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നാണ് ഈ സർക്കുലർ പറയുന്നത്. ഞങ്ങൾ ചോദിക്കട്ടെ സഹോദരന്മാരെ, സമുദായത്തിന്റെ ഫണ്ട് വാങ്ങിയിട്ട്, സമുദായത്തിന്റെ പണം പറ്റിയിട്ട് അതിനുവേണ്ടി ഫണ്ട് ശേഖരിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി യാതൊരു കാര്യവും ചെയ്യാതെ 10 വർഷം പാഴാക്കി കളഞ്ഞതിന്റെ പാപഭാരം കോഴിക്കോട്ട് കടപ്പുറത്ത് പന്തല് കെട്ടി പാട്ടും കൂത്താട്ടവും നടത്തിയാൽ ഇല്ലാതായി പോകുന്നതാണോ എന്ന് സോളിഡാരിറ്റി മറുപടി പറയണമെന്ന് ഞങ്ങൾ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മുസ്ലിം സംഘടന എന്നത് ആത്യന്തികമായി മുന്നോട്ട് വെക്കേണ്ട ആശയം അത് വിശുദ്ധ ദീനിന്റെ പ്രബോധനമാണ്, അത് ജനതയുടെ സംസ്കരണമാണ്, അവരിലേക്ക് ഇസ്ലാം എന്താണ് എന്നത് പരിചയപ്പെടുത്തി കൊടുക്കലാണ് ഒരു ഇസ്ലാമിക സംഘടനയുടെ മുഖ്യമായ ചുമതലയെങ്കിൽ കഴിഞ്ഞ 10 വർഷവും ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗം ലാലൂര് പറഞ്ഞ്, ചെങ്ങറ പറഞ്ഞ്, അതേപോലെ മൂലമ്പിള്ളി പറഞ്ഞ് ജനകീയ സമരങ്ങളുടെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റി പാഴാക്കി കളഞ്ഞുവെന്നത് ഗൗരവത്തോടെ കാണേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടുന്ന ഫണ്ട് എങ്ങനെയെല്ലാമാണ് തിരിമറി ചെയ്യുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെടും. നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ആത്മീയ ചൂഷകരെന്ന് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ആരാണ് സമുദായത്തിന്റെ ഫണ്ട് വാങ്ങിയിട്ട് അമുക്കിയത് എന്ന് ഞങ്ങൾക്കിവിടെ പറയാൻ കഴിയും. നിങ്ങളുടെ പഴയൊരു നേതാവുണ്ട്, ആ നേതാവ് അല്ലെങ്കിൽ പഴയ സഹകാരിയുടെ പേര് ഹാഷിം ഹാജി എന്നതാണ്. ആ സഹകാരിയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമുണ്ട്, എറണാകുളത്ത് ഇസ്ലാമിക് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ ചെയർമാൻ ഹാഷിം ഹാജിയാണ്. ഹാഷിം ഹാജിയുടെ പുസ്തകത്തിൽ ജമാഅത്തെ ഇസ്ലാമി ആരുടെ സൃഷ്ടി എന്ന് പറയുന്ന ഹാഷിം ഹാജിയുടെ പുസ്തകത്തിൽ അദ്ദേഹം ഒരു കാര്യം ജമാഅത്തുകാരോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പുല്ലേപ്പടിയിലെ ഇസ്ലാമിക് സെന്ററിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി 56 ലക്ഷം രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. 56 ലക്ഷം രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. ആ പിരിച്ചെടുത്തതിൽ കുറ്റ്യാടിക്കൊരു ബന്ധമുണ്ട്. കുറ്റ്യാടിയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ
നേതാവ് കോറോത്ത് മൊയ്ദ് മൗലവിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ഗൾഫ് പിരിവിലാണ്, അടിയന്തരാവസ്ഥ കാലത്ത് നടത്തിയ ഗൾഫ് പിരിവിൽ പിരിച്ചെടുത്തത് 15 ലക്ഷം രൂപയാണ്. എറണാകുളം ജില്ലാ ജമാഅത്തെ ഇസ്ലാമി പിരിച്ചെടുത്തത് 36 ലക്ഷം രൂപയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതൃത്വം പിരിച്ചെടുത്തത് 5 ലക്ഷം രൂപയാണ്. ആകെ 56 ലക്ഷം രൂപ ജമാഅത്തെ ഇസ്ലാമി പിരിച്ചെടുത്തിട്ടുണ്ട്. ഹാഷിം ഹാജി പറയുന്ന ഒരു കാര്യമുണ്ട്, 2.5 ലക്ഷം രൂപയാണ് ഈ വകയിൽ ഞങ്ങൾക്ക് കിട്ടിയത്. ആ കിട്ടിയതിൽ തന്നെയും 1.5 ലക്ഷം രൂപ പ്രബോധനത്തിന്റെ കടം തീർക്കാൻ വേണ്ടി അഹദ് തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി വരുന്ന 1 ലക്ഷം രൂപയാണ് ഈ പറയുന്ന ഇസ്ലാമിക് സെന്ററിന്റെ നിർമ്മാണത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ സംഭാവനയായി അവിടെ വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ചോദിക്കട്ടെ സഹോദരന്മാരെ, ഹാഷിം ഹാജിയുടെ ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. 56 ലക്ഷം രൂപ ജമാഅത്തെ ഇസ്ലാമി പിരിച്ചെടുത്തു. അന്ന് പണിയെടുപ്പിച്ച നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ഹാഷിം ഹാജി പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക് സെന്ററിന്റെ നിർമ്മാണത്തിന് ചെലവായത് 6 ലക്ഷം രൂപയാണെന്ന്. 1970കളുടെ രണ്ടാം പകുതിയിലെ കഥയാണിത് പറയുന്നത്. 6 ലക്ഷം രൂപയാണ് ചെലവായത്. പറയൂ ജമാഅത്തെ ഇസ്ലാമി, ആത്മീയ ചൂഷണത്തെ കുറിച്ച്, സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് ഞങ്ങളെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്ന ജമാഅത്തുകാർ മറുപടി പറയണം. എവിടെ പോയി 50 ലക്ഷത്തിലേറെ രൂപ ആരാണ് മുക്കിയത് എന്ന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയേണ്ടതുണ്ട്. അതേക്കുറിച്ച് ഈ പറയുന്ന ഹാഷിം ഹാജിയുടെ ഒരു പ്രയോഗം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ പ്രയോഗം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. വടകര ലോകസഭാ മണ്ഡലത്തിൽപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് തിരിയുമെന്നതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടല്ല ഞാനിത് പറയുന്നത്. ഹാഷിം ഹാജിയുടെ പ്രയോഗം ഉദ്ധരിച്ചതാണ്. ഞാൻ സൂചിപ്പിച്ചത് 56 ലക്ഷം രൂപ പിരിച്ചെടുത്തു. എന്നിട്ട് ആ പള്ളിക്ക് വേണ്ടിയിട്ട്, ആ ഇസ്ലാമിക് സെന്ററിന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ ചെലവാക്കി. അതിൽ നിന്നുള്ള 2.5 ലക്ഷം രൂപ കൊണ്ടുപോയത് പ്രബോധനം ഓഫീസിലേക്കാണ്. കടിച്ചാൽ വരേണ്ട 53.5 ലക്ഷം ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് ഇല്ലാതാക്കിയത്, ആരുടെ പോക്കറ്റിലേക്കാണ് പോയത് എന്നുകൂടി നിങ്ങൾ സമൂഹത്തിനു മുമ്പിൽ പറയണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ പണത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കരുത്. സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചും നിങ്ങൾ പറയരുത്. വെള്ളിമാട് കുന്നിൽ മേരിക്കുന്നിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ ദഅ്വ കോളേജിന് വേണ്ടി പാവപ്പെട്ട മനുഷ്യരിൽ നിന്ന് പിരിച്ചെടുത്ത പണം കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ആ ബിൽഡിംഗ് സ്ഥാപിച്ചിട്ടുള്ളത്. ആ ബിൽഡിംഗിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ജമാഅത്തെ ഇസ്ലാമി ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നുമായി സ്വരൂപിച്ചത്. എന്തേ ആ ബിൽഡിംഗിന് സംഭവിച്ചത് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അവിടെ ദഅ്വ കോളേജ് ആരംഭിച്ചു. ദഅ്വ കോളേജ് ആരംഭിച്ച് കുറച്ചു കാലം മുന്നോട്ട് പോയി. പിന്നീട് ദഅ്വ കോളേജ് മെല്ലെ മെല്ലെ വിസ്മൃതിയിലായി. ആ സ്ഥാപനത്തിലാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യം ദിനപത്രത്തിലെ ജീവനക്കാർ അന്തിയുറങ്ങുന്നത്. ഇസ്ലാമിക സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, പ്രബോധന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട അതേ ലക്ഷ്യം മുൻനിർത്തി ജനങ്ങളോട് പണം പിരിച്ച് സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനം ഒരു വാടക കെട്ടിടമായി അധപ്പതിച്ചു പോയതെങ്ങനെയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി വിശദീകരിക്കേണ്ടതുണ്ട്. എന്താണ് അതിന്റെ മതവിധി? ഒരു പണം 1 ലക്ഷത്തിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് ആ ഫണ്ട് അതിന്റെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാതെ കേവലം അതും വാടക ലഭ്യമാകുന്ന മറ്റൊരു സ്ഥാപനമാക്കി മാറ്റിയിട്ട് അതിൽ നിന്നും ലാഭം ജമാഅത്തെ ഇസ്ലാമിയുടേതല്ലേ യഥാർത്ഥത്തിലുള്ള ആത്മീയ ചൂഷണമെന്ന് ചോദ്യം ഞാൻ സൂചിപ്പിച്ചത്. ജനങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ട് സക്കാത്ത് ഫണ്ട് പോലും സ്വരൂപിച്ച ആ ഫണ്ട് ഉപയോഗിച്ച് നാളിതുവരെയുള്ള ചരിത്രത്തിൽ എത്ര വേണമെങ്കിലും നമുക്ക് പറയാൻ കഴിയും. ഓ അബ്ദുള്ള എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സഹകാരിയുണ്ട്. അന്നുമെന്നും അയാൾ ജമാഅത്തുകാരനാണ്. ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ ഓ അബ്ദുള്ളയെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ പറയുന്നുണ്ട് കുറെ തട്ടിപ്പിന്റെ കണക്കുകൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ്
മെയിൻ ടൈം എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമാണ്. ദേശീയ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരവേലകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ മാധ്യമം തുടങ്ങി വിജയിപ്പിച്ചതുപോലെ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു പത്രം തുടങ്ങാൻ ആലോചിച്ചു. പത്രം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചന നടന്നപ്പോൾ മനസ്സിലായി എളുപ്പത്തിലൊന്നും ദേശീയ അടിസ്ഥാനത്തിൽ ഒരു ദിനപത്രം വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. എങ്കിൽ പിന്നെ നമുക്കതൊരു മാഗസിനായി ഇറക്കാമെന്ന ധാരണയെത്തി. അതിനുവേണ്ടി ജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഗൾഫിൽ നിന്ന് പിരിച്ചെടുത്തത്. അങ്ങനെ പിരിച്ചെടുത്ത പണം ജമാഅത്തെ ഇസ്ലാം എന്തു ചെയ്തുവെന്ന്, ആ പണം ആരുടെ പോക്കറ്റിലാണ് എത്തിയത് എന്ന് ഒ അബ്ദുള്ളയുടെ ചോദ്യമുണ്ട്. അദ്ദേഹം ഈ പുസ്തകത്തിൽ ശത്രുക്കളല്ല സ്നേഹിതന്മാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് 2-3 ലക്ഷം മെയിൻ ടൈം ഇറക്കി. ബാക്കി തുക അത് ആ 3 ലക്ഷം ഇറക്കുന്നതിന് എന്തായാലും കോടിക്കണക്കിന് രൂപ ആവശ്യമില്ലല്ലോ. ആ പണം എന്ത് ചെയ്തുവെന്ന് നാളിതുവരെയായി ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടില്ല. ആ പണം ഏത് വഴിയാണ് ചെലവഴിച്ചത് എന്ന് ഒരു കമ്മിറ്റിയിലും അവർ കണക്ക് ബോധിപ്പിച്ചിട്ടില്ല എന്ന് ജമാഅത്തിന്റെ സഹയാത്രികനായ ഒ അബ്ദുള്ളയാണ് പറഞ്ഞത്. നിങ്ങളോട് വിനയപൂർവ്വം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഈ കണക്കുകളൊക്കെയും സ്വന്തം കമ്മിറ്റിയിലൊന്ന് അവതരിപ്പിക്കാം. സ്വന്തം കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് ആ കമ്മിറ്റിയിലെ അംഗങ്ങളെങ്കിലും ബോധ്യപ്പെടുത്തുക. എന്നിട്ടാകാം ഞങ്ങളോടുള്ള ചോദ്യമെന്ന് അതേക്കുറിച്ച് ഇപ്പോൾ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ എത്ര വേണമെങ്കിലും അവരുടെ തട്ടിപ്പുകളെ കുറിച്ച്, അവരുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിലെ തിരിമറികളെ കുറിച്ച് പറയാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമുഖനായ ഒരു പ്രവർത്തകനുണ്ട് എറണാകുളത്ത്. അദ്ദേഹത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിസിറ്റി കട്ടതിന്റെ പേരിൽ, വലിയ തട്ടിപ്പിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഘട്ടം വന്നു. ആ ഘട്ടം വന്നപ്പോൾ അദ്ദേഹം കാണേണ്ട ആളുകളെ കണ്ടു. അദ്ദേഹത്തിന് രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് ആ കേസിൽ നിന്ന് ഒഴിവായി. എറണാകുളത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ് ഇന്നും അയാൾ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ അവിടെ പോയാൽ അന്തിയുറങ്ങാറുള്ളത്, എറണാകുളത്ത് പോയാൽ അന്തിയുറങ്ങാറുള്ളത് ഇതേ മുതലാളിയുടെ വീട്ടിലാണ്. അങ്ങനെ മുതലാളിയുടെ വീട്ടിൽ അന്തിയുറങ്ങണമെങ്കിൽ അയാളോട് ഒരൽപ്പം കടപ്പാടുണ്ടാകേണ്ടതുണ്ട്. ആദർശപരമായി അയാൾ അടുപ്പിക്കാൻ കഴിയില്ല എന്നത് വളരെ സ്പഷ്ടമാണ്. സർക്കാരിന്റെ പണം തട്ടിപ്പ് നടത്തിയ ഒരു വ്യക്തിയെ ഒരു ആദർശ പരിസരത്ത് എങ്ങനെയാണ് അടുപ്പിക്കാൻ കഴിയുന്നത്? ആ വ്യക്തിയുടെ പേര് ഇൻഷാ അല്ലാഹ് അവസരം വരുമ്പോ ഞങ്ങൾ പറയുമെന്ന് മാത്രം അതേക്കുറിച്ച് പറഞ്ഞു വെക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി നവോത്ഥാന നാട്യങ്ങളുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെയും ശുദ്ധ തട്ടിപ്പുകളാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാധ്യമം പത്രത്തെ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്തി അവർ പലപ്പോഴും നവോത്ഥാനത്തിന്റെ ആളുകളായി ചമയാറുണ്ട്, സമാധാനവാദികളായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ജമാഅത്തിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ അവർ പറയുന്ന പ്രധാന മറുപടികളിലൊന്ന് അത് ബാലൻസ് ഒപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിമർശനമാണ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ RSSനെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായി ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കും. തീവ്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ മൗദൂദിയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കും. ഇങ്ങനെ സ്ഥാനത്തും അസ്ഥാനത്തും അനാവശ്യമായുമാണ് ജമാഅത്തിനെ വിമർശിക്കുന്നത് എന്ന് നാളിതുവരെയായി ജമാഅത്തെ ഇസ്ലാമി പറയാറുണ്ട്. അതേ തന്ത്രമാണ് ഈ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി സോളിഡാരിറ്റി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സോമയാഗത്തെ എതിർക്കേണ്ടതുണ്ട്. കോഴിക്കോട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹൈന്ദവ മതാചാര പ്രകാരമുള്ള ഒരു യാഗം നടന്നു, സോമയാഗം. അതിനെതിരെ ആ മതത്തിനകത്ത് നിന്ന് തന്നെ ചില പുരോഗമനവാദികൾ പ്രതിഷേധിക്കുകയും ചെയ്തു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് അതിൽ എന്താണ് കാര്യം? ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗത്തിന് അതിൽ എന്ത് വിഷയം? ഒരു മതപരമായ ചടങ്ങ് എന്നൊരു പ്രാധാന്യം ആ സമുദായത്തിലെ ഒരു വിഭാഗമെങ്കിലും കരുതുന്നതാണ് സോമയാഗം പോലുള്ള, അതേപോലെ അവരുടെ മതവും വേദങ്ങളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ. ആ അനുഷ്ഠാനങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ സോളിഡാരിറ്റിക്ക് എന്ത് അധികാരമാണുള്ളത്? ആ അനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യാൻ, അതിനെ തിരുത്താൻ ജമാഅത്തെ ഇസ്ലാമി എന്തിനു മുന്നോട്ട് വരണം? യഥാർത്ഥത്തിൽ ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒളി അജണ്ടയുള്ളത്. ഈച്ചയ്ക്ക് വ്രണം പ്രിയമാണ് എന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. മുസ്ലിങ്ങൾക്കിടയിൽ വർഗീകരണങ്ങളും വിഭാഗീയതകളും ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങളും ഉണ്ടാവണം. അപ്പോഴേ ജമാഅത്തിന് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. മുസ്ലിമും ഹിന്ദുവും യോജിച്ചു പോകുന്ന ഒരു രാഷ്ട്ര വ്യവസ്ഥയെ കുറിച്ച് ജമാഅത്തിന് ആലോചിക്കാൻ പോലും കഴിയില്ല.
മറിച്ച് അവരായിപ്പോഴും സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തിലും ഏതിലും കയറി ഇടപെടുകയും മതപരമായ ആചാരാനുഷ്ഠാനങ്ങളെ പോലും ചോദ്യം ചെയ്യുകയുമാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോമയാഗത്തോട് എതിർപ്പുള്ള ആളുകൾ ഉണ്ടാവാം. അങ്ങനെ എതിർപ്പുള്ള ആ മതത്തിലെ ആളുകൾ അതിനെ വിമർശിക്കട്ടെ, അവരുടെ പ്രമാണങ്ങൾ മുൻനിർത്തിയിട്ട് അത് തെറ്റാണ് എന്ന് പറയട്ടെ. ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്തിനാണ് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നാട്ടിൽ ഛിദ്രതയുണ്ടാക്കുന്നത്? എന്തിനാണ് മുസ്ലിമുകൾക്ക് ഹിന്ദുമത വിശ്വാസപ്രകാരമുള്ള ഒരു അനുഷ്ഠാനത്തിൽ എന്തു കാര്യമെന്ന് ആ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് എന്ത് മറുപടി പറയാൻ കഴിയും? യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം പേരുദോഷം സംഭവിക്കുന്നത് മുസ്ലിം ജനസമൂഹത്തിനാണ്, ജമാഅത്തെ ഇസ്ലാമിക്കല്ല. മറിച്ച് മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇതിന്റെ പാപഭാരങ്ങൾ അത്രയും കെട്ടിവെക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റിയും ഇനിയെങ്കിലും ഇസ്ലാമിന്റെ പേരുപയോഗിക്കുന്നത് അവസാനിപ്പിക്കണം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ കേവലം ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടി വിമർശിക്കുന്നതാണ് എന്ന് പലരും പല നേതാക്കളും പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ സത്യം അതല്ലല്ലോ. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട വർഗീയ കലാപങ്ങളിലൊന്ന് തലശ്ശേരി കലാപമായിരുന്നു. ആ തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച വിധേയത്തിൽ കമ്മീഷൻ പിന്നീട് RSS എന്ന് പറയുന്ന തീവ്ര ഹിന്ദു വർഗീയ പ്രസ്ഥാനത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ആ കാലത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ത് ചെയ്യുകയായിരുന്നു എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഏത് കാലഘട്ടങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ട കാലഘട്ടത്തിൽ പോലും യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി വളരെ ഒളിവിലിരുന്നു കൊണ്ടെങ്കിലും തങ്ങളുടെ ഹിഡൻ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹയാത്രികൻ ഹാഷിം ഹാജി പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിക്കാം. 1969-ലോ 70-ലോ ആയിരുന്നു തലശ്ശേരി കലാപം. കലാപാനന്തരം ഹൽക്ക അടിസ്ഥാനത്തിൽ RSSനെ നേരിടുന്നതിന് വേണ്ടി ആയോധന കല പരിശീലിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം അന്നൊക്കെ ആളെ നിയമിക്കുമായിരുന്നു. അതനുസരിച്ച് എറണാകുളത്ത് വന്ന ഗുരുക്കളെ KK മുഹമ്മദ് ഇസ്ലാഹിയുടെ സഹായത്തോടെ ഞാനാണ് താമസ സൗകര്യവും ഭക്ഷണവും നൽകി സംരക്ഷിച്ചത്. എന്റെ കമ്പനിയിലെ ചില ജീവനക്കാരടക്കം 15 പേർ കളരിമുറകളും ആയോധന കലകളും അഭ്യസിച്ചു. മികച്ച പ്രകടനം കാഴ്ചവർക്ക് അവാർഡ് ദാനവും നടത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം പലപ്പോഴും മാധ്യമം പത്രത്തിലൂടെ സമാധാനത്തിന്റെ വേഷം കെട്ടാറുണ്ട്. പക്ഷേ അങ്ങനെ സമാധാനം പറയുന്ന ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയ്ക്ക് എതിരെ എന്ന പേരിൽ ഒരു വിഭാഗത്ത് ആയുധ പരിശീലനം നൽകിയെന്നാണ് അവരുടെ സഹയാത്രികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും പേരിലുള്ള ആക്ഷേപങ്ങൾ വെറുതെയല്ല എന്ന് നമുക്ക് എളുപ്പം ബോധ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന്റെ പേരിൽ ഓർമ്മ വരികയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിഭാഗം GIO കഴിഞ്ഞ 1.5 മാസം മുമ്പ് അൻസാർ സ്കൂൾ പെരുമ്പിലാവിൽ വെച്ച് അവരുടെ നേതൃത്വത്തിൽ ഒരു നാടക മത്സരം നടന്നു. മാധ്യമത്തിൽ അതിന്റെ വാർത്ത വന്നിരുന്നു. അരങ്ങിലെ മുസ്ലിം പെണ്ണിന്റെ ആവിഷ്കാരവുമായി നാടക മത്സരം എന്ന ശീർഷകത്തിൽ ആ വാർത്ത വന്നതോർക്കുകയാണ്. ആ നാടക മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ടീമിന് സമ്മാനം കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ T ആരിഫ് അലിയാണ്. ജമാഅത്തിന് ഇതെല്ലാം പറ്റും. ജമാഅത്തിന് വെൽഫെയർ പാർട്ടിയുടെ പേരിൽ വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ മോഹങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾ തെരുവിലേക്ക് വലിച്ചെടുക്കുന്നതിന് യാതൊരു മടിയുമില്ല. പക്ഷേ അതേസമയം അവർ പറയുകയും ചെയ്യും, ഞങ്ങള് സ്ത്രീകൾ അങ്ങനെ രംഗപ്രവേശം ചെയ്യുന്നത് ദരിദ്രാണ് എന്ന്. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമുഖനായ നേതാവ്, അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട് യുക്തിവാദികളും ഇസ്ലാമും എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ആണും പെണ്ണും ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ ഔദ്യോഗിക ജോലിയൊഴികെ മറ്റെല്ലാം നടക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ മറ്റെല്ലാം എന്നത് ഞാൻ നിങ്ങളുടെ വ്യാഖ്യാനത്തിന് വിടുന്നു. പക്ഷേ ഒരു ചോദ്യത്തിന് അബ്ദുറഹ്മാൻ, ആണും പെണ്ണും ഒരുമിച്ച് ജോലി ചെയ്യുന്ന കോഴിക്കോട്ടെയും തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും മാധ്യമ ഓഫീസുകളിൽ ഔദ്യോഗിക ജോലിയല്ലാതെ
എന്തെല്ലാം നടക്കുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ പറയുന്നതിനെ കുറിച്ച് ഓർമ്മ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൽ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം എന്തെല്ലാമോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വായിൽ വന്നത് കോതക്ക് പാട്ട് എന്നത് ജമാഅത്തിന്റെ കാര്യത്തിൽ വളരെ സത്യമാണ്. എന്താണ് അവർ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല, എന്താണ് അവർ ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ അറിയാത്ത സാഹചര്യം. ഇങ്ങനെയൊരു പ്രസ്ഥാനത്തെ പിൻപറ്റി ജീവിച്ച് ആദർശം നഷ്ടപ്പെടുത്തണോ എന്ന്, വിശ്വാസം നഷ്ടപ്പെടുത്തണമോ എന്ന് ആ പ്രസ്ഥാനത്തിന്റെ അനുഭാവികളും സഹകാരികളും പ്രവർത്തകരും ചിന്തിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി.